ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസ് കയ്യിൽ കിട്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി ഒന്ന് കാണിച്ചിട്ട് അതിന്റെ ഒരു റിയാക്ഷൻ ചോദിക്കാൻ വേണ്ടിട്ട്. റിയാക്ഷൻ ഏത് ഫോട്ടോക്ക് ഞാൻ ചിലപ്പോ മാന്തുന്നു പ്രാണ്ടുന്നു എന്തോ എടുക്കും. ഞാൻ അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ അഞ്ജു? അല്ല, ഇത് ചേച്ചിക്ക് നല്ല സ്പെഷ്യൽ ആയിരിക്കും. നമ്മളിപ്പോ ഓൾറെഡി ഇതിനെ പറ്റി പറഞ്ഞു. എന്തുവാ? അയ്യോടാ, ഇതാണ് കഥ മണ്ഡപത്തില് ഒളിപ്പിച്ചേച്ച് ഇറക്കുന്ന സീന്. ഉമ്മറങ്ങളുടെ തോർത്തും നിന്നത് അച്ഛനും കൂടെ ചേർന്നാ കുളിപ്പിച്ചു തുടങ്ങി. അച്ഛൻ ഡാവിനങ്ങ് മാറി എന്നിട്ട് കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് പേടിച്ച് പെരട്ടി നിർത്തിയിരിക്കുകയാണ്. കരയാൻ പാടില്ല. അപ്പൊ ആ ഒരു നിപ്പ് നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ ടവലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ തോർത്ത് മാറ്റത്തില്ല. അത് മടി ഉണ്ടായിരുന്നല്ലേ? എനിക്കൊന്ന് അന്ന് നമ്മളൊക്കെ പെൺകുട്ടികളെ കുറച്ചുകൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞും കൂടെ ആയിരിക്കും വളർത്തുന്നത്. പിന്നെ തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഞാൻ മിനിച്ചേച്ചിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ക്യാമറ കണ്ടാൽ കരയുന്ന കവിതയായിരുന്നു അന്ന്. അതെ. അപ്പൊ അന്നത്തെ ക്യാമറയ്ക്ക് ഇങ്ങനെ ശബ്ദം കേൾക്കും. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് മനസ്സിലാവും. അപ്പൊ തുടങ്ങും കരയാൻ. അപ്പൊ അതുകൊണ്ട് ഈ ക്യാമറയുടെ ശബ്ദം കേട്ട് ആ ക്യാമറയുടെ ഈ സൈഡിലെ കാരൊക്കെ നിൽക്കുന്ന പോലെ അവരെ എടുക്കുക മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് പ്രൊഫൈലിലായിരിക്കും മിക്കവാറും എടുക്കുന്നത്. പല സീനിലും ഉടുപ്പിടാത്ത സീനാണ്. അതിൻ്റെ ഒരു നാണക്കേടുണ്ട് എനിക്ക്. അപ്പൊ ചെന്ന ഉടനെ എന്നെ ഒരു തോർത്തുടുപ്പിച്ചിട്ട് ഉടുപ്പിടാതെ അച്ഛൻ വളർത്തുന്ന മോളാണ്. അങ്ങനെ ആണ്. ഉമ്മറങ്ങളാണ് അച്ഛൻ. എന്നിട്ട് ഉമ്മറങ്ങള് അച്ഛനും കൂടെ വന്നിട്ട് എന്നെ ഇങ്ങനെ കുളിപ്പിച്ചു തുടങ്ങിയിട്ട് അച്ഛൻ പതുക്കെ വലിയും. എന്നിട്ട് മക്കളെ നമ്മുടെ പുറത്തേക്കൊക്കെ ഉമ്മറങ്ങളാ. അമ്മ തലയൊക്കെ തോർത്തിയൊക്കെ എടുത്ത് വന്നു കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ ദൂരെ നിൽപ്പണം. അച്ഛൻ ഇവിടെ ഉണ്ടോ? എപ്പ വരിക അച്ഛൻ താ വരിക എന്ന് പറഞ്ഞ് ടേക്കെടുത്ത് കഴിയുന്നവരെ വലിയ പാടുപെട്ട് തന്നെ അഭിനയിപ്പിച്ച്. എന്നെ കുറെ പടങ്ങള് ഞാൻ അവരെല്ലാം ബുദ്ധിമുട്ടിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്നു. അവരൊക്കെ എന്നെ സഹിച്ചു സത്യം. അയ്യോ ആരായി കുഞ്ഞുമണി? നല്ല ക്ലിപ്പ് അത് ഞാൻ എടുത്തോണ്ട് പോകും എന്റെ വീട്ടില്. അന്ന് തന്നെ പിടിച്ച് നല്ല ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സീനാണ്. ഇപ്പൊ ഇന്ത്യയിലെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കഥാകൃത്തുക്കൾ പലരും ഉണ്ടായിട്ടുണ്ടാവും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം പത്മരാജൻ ഒന്നിനോടൊന്നും സാമ്യമില്ലാത്ത തിരക്കഥകൾ അദ്ദേഹത്തെ പോലെ ആരും എഴുതിയിട്ടുണ്ടാവും. ഏത് റൈറ്ററും എഴുതുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇദ്ദേഹമാണെന്നുള്ളത്. പറ്റുകയില്ല. മഞ്ഞുകാലം, നോറ്റക്കുതിര, ഉദകപ്പോള, ആ ടൈറ്റിലുകൾ തന്നെ ഭീകരമാണ് അദ്ദേഹം. എനിക്കങ്ങനെ ഈ സിനിമയിലും ചേച്ചി ഒട്ടും താല്പര്യമില്ലാതെ അതെ പ്രയാസപ്പെടുത്തിയ സാരി ഉടുത്ത് തന്നെ നടന്നു കാണിക്കും. ഞാൻ ഈ യൂണിഫോം തോളിലിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് നടക്കും. കാരണം ക്ലാസ്സിൽ പൊക്കം കൂടിയ കുട്ടിയായതുകൊണ്ടൊരു കോംപ്ലക്സ് ഉണ്ട്. ബാക്ക് ബെഞ്ചിലല്ലേ എപ്പോഴും ഇരിക്കുന്നത്. അപ്പോ എന്റെ കൂടെ പഠിക്കുന്ന ശ്രീജ ആ ടൈപ്പ് എല്ലാം ഇത്രയൊക്കെ ഇതേ ഉള്ളൂ. പ്രേമലത എല്ലാം തീർത്തിട്ടാണ് ഉള്ളത്. ഞാൻ മാത്രം ഇങ്ങനെ കുന്നക്കോല് പോലെ വളരുക. ഇങ്ങനെ ഒരു 11 വയസ്സായപ്പോഴേ. അപ്പൊ അതിന്റെ ഒരു ഇങ്ങനെ നടക്കും. അപ്പൊ ആഗ്രഹ സാർ അവിടെ നടക്കக்கூടാது എന്നും പറഞ്ഞിട്ട് ഈ പാന്റിന്റെ മേളിൽ സാരി എടുത്തിട്ട് ഇങ്ങനെ നടന്നു കാണിക്കും. ഞാൻ ചിരിച്ചോണ്ടിരിക്കും. എനിക്ക് ഭയങ്കര നമ്മൾ ജീവിതത്തെ ആദ്യം കാണുന്നില്ല ആണുങ്ങൾ ഇങ്ങനെ എല്ലാവരുടെ മുമ്പ് ഇങ്ങനെയൊക്കെ നടന്നു കാണിക്കുന്നത്. പക്ഷെ ഇത് നല്ല സീനാട്ടോ. ഒരു സ്ക്രീൻ പ്ലേയിലെ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു തിരക്കഥയുടെ ഒരു വശമാണത്. ഒരാള് ഹൃദയം തുറന്ന് അദ്ദേഹം മനസ്സിലെല്ലാം വിട്ട് ഒന്ന് നിൽക്കുമ്പോൾ വേറൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ഇതുപോലെ ആണ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇയാളുടെ മനസ്സിൽ സംശയം വരികയാണ്. നല്ലൊരു സീനാണ് അത്. സിനിമയ്ക്ക് പോകുന്ന സീന്.